ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഇപ്പൊ ന്യൂനപക്ഷ വർഗീയത തിമർത്താടിയ തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. മതം നോക്കി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ചേർന്ന് മതം നോക്കിയേ വോട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, പള്ളി നോക്കിയേ വോട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് പ്രചരിപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. BJPക്ക് RSSന് സംഘപരിവാറിനെ ഏറ്റവും നന്നായിട്ട് അറിയാം. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തിയാൽ, ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ ഈ കേരളത്തിൽ BJPക്ക് ശക്തിപ്പെടാൻ വേണ്ടി കഴിയുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ സ്ട്രാറ്റജിക് വോട്ടിംഗും നടന്നു. എന്താ സ്ട്രാറ്റജിക് വോട്ടിംഗ്? ഇടതുപക്ഷം ചെറിയ വോട്ടിന് ശക്തമായി നിൽക്കുന്നിടങ്ങളിൽ പരാജയപ്പെടുത്താൻ വേണ്ടി കഴിയുമെങ്കിൽ വോട്ട് മാറ്റി ചെയ്യുക. കോൺഗ്രസ് UDF ഏതെങ്കിലും വിധത്തില് തോക്കാനടിയുണ്ടെങ്കിൽ ആ തോക്കുന്നത് തടയാൻ വോട്ട് മാറ്റി ചെയ്യുക. ഈ കണ്ണൂർ ജില്ലയിലുണ്ട് അനുഭവം. കണ്ണൂർ ജില്ലയിൽ 2 മണ്ഡലങ്ങൾ, പേരാവൂർ മണ്ഡലം UDF തോക്കുമെന്ന് തോൽവിയുടെ വക്കത്തെത്തിയ മണ്ഡലമാണ് പേരാവൂർ മണ്ഡലം. ആ പേരാവൂർ മണ്ഡലത്തില് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് BJPക്ക് കിട്ടിയ 10,000-ഓളം വോട്ട് കാണാനില്ല. ആ 10,000-ഓളം വോട്ട് നേരെ സണ്ണി ജോസഫിന്റെ പോക്കറ്റിലേക്ക് പോയിരിക്കുന്നു. സ്ട്രാറ്റജിക് വോട്ടിംഗ്. തോക്കുന്നു കാണുമ്പോ തോക്കാതിരിക്കാൻ വേണ്ടി ഒരു കൈത്താങ് എന്നല്ല പറയാ, താമരത്താങ്. പേരാവൂരിൽ താമരത്താങ്, പയ്യന്നൂരിൽ താമരത്താങ്, എന്നാൽ നേമത്ത് കൈത്താങ്. 10-12,000 വോട്ടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ 3-ാം സ്ഥാനത്ത് പോയതാ കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ 12,000 വോട്ട് നേരെ നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ മാറ്റി ചെയ്തു. 3 മണ്ഡലങ്ങൾ എങ്ങനെയാ BJP ജയിച്ചേ? 3 മണ്ഡലങ്ങൾ ജയിച്ചത് BJPയുടെ മെടുക്കൊണ്ടല്ല. 3 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് 1-ാം സ്ഥാനത്തുണ്ടായിട്ടുള്ള കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. 3 മണ്ഡലങ്ങളിലും എങ്ങനെ പോയി? കോൺഗ്രസ് വോട്ട് മാറ്റി ചെയ്തു. സ്ട്രാറ്റജിക് വോട്ടിംഗ് ഈ കേരളത്തിലുടനീളം നടന്നു. വർഗീയതയുടെ ഐക്യപ്പെടൽ അപകടകരമായ പ്രവണതയാണ് കേരളത്തിൽ കാണുന്നത്.